സോറിയാസിസ് പാരമ്പര്യ രോഗമാണോ എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കേണ്ടത്. സോറിയാസിസിന് തീർച്ചയായിട്ടും ഒരു പാരമ്പര്യ ഘടകം ഉണ്ട്. പ്രത്യേകിച്ച് ക്രോമസോം നമ്പർ 6ൻ്റെ ഒരു ജീൻ ലോക്കസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും സോറിയാസിസ് ഉണ്ടെങ്കിൽ അത് അടുത്ത തലമുറയ്ക്ക് വരാനുള്ളൊരു സാധ്യത തീർച്ചയായിട്ടും അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം വരണമെന്ന് നിർബന്ധമില്ല. അതിലൊരു ചെറിയ സാധ്യത മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ പലർക്കും ഉണ്ടാകാവുന്ന ഒരു സംശയമാണ്, ഇതൊരു പകരുന്ന രോഗമാണോ, ഈ രോഗിയുമായിട്ട് സഹവസിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ കൂടെ കിടക്കുന്നത് കൊണ്ട് ഈ രോഗം പകരുമോ എന്നുള്ളത്. ഒരു കാരണവശാലും സോറിയാസിസ് ഒരു പകരുന്ന രോഗമല്ല. കാരണം ഇതിലൊരു ബാക്ടീരിയോ ഫംഗസോ ഈ രോഗത്തിൽ ഇല്ല. അപ്പോൾ ഒരു കാരണവശാലും നമ്മളൊരു സ്കിൻ കോണ്ടാക്റ്റ് വന്നതുകൊണ്ടോ കൂടെ താമസിക്കുന്നത് കൊണ്ടോ ഈ രോഗം മറ്റൊരാൾക്ക് പകരുന്നതല്ല. അതേപോലെ ഈ രോഗം ഉണ്ടാവാനുള്ള കാരണം ത്തെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ഇതൊരു ശാസ്ത്രീയമായിട്ട് ഇതെന്തുകൊണ്ട് രോഗം വരുന്നു എന്നുള്ളതിനെപ്പറ്റി ഇതുവരെ കണ്ടുപിടിച്ചില്ലെങ്കിലും ഇതിൻ്റെ പുറകിലുള്ള പ്രവർത്തനങ്ങൾ നോക്കിയാൽ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷിയിൽ വരുന്ന ചില തകരാറുകളാണ് സോറിയാസിസിൻ്റെ ഒരു കാരണമായിട്ട് പറയാൻ പറ്റുന്നത്. കാരണം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ ടി സെൽസ് എന്ന് പറയുന്ന ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയുള്ള ടി സെൽസിൻ്റെ ഒരു ഓവർ ആക്ഷൻ കൊണ്ടാണ് സോറിയാസിസ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ ടി സെൽസ് സാധാരണ നമ്മുടെ ശരീരത്തിൽ പുറമേ നിന്ന് വരുന്ന ബാക്ടീരിയയോ ഫംഗസിനെയോ ഒക്കെ കീഴടക്കാൻ വേണ്ടിയിട്ടാണ് ടി സെൽസിൻ്റെ ഫങ്ഷൻ. പക്ഷേ ഈ സോറിയാസിസ് ഉള്ള രോഗികളിൽ ഈ ടി സെൽസിൻ്റെ ഒരു ബൈ മിസ്റ്റേക്ക് ഈ ടി സെൽസ് നമ്മുടെ ശരീരത്തിൻ്റെ തന്നെ, അതായത് നമ്മുടെ സ്കിന്നിൻ്റെ സെൽസിനെ അറ്റാക്ക് ചെയ്യുകയും ആ സ്കിൻ സെൽസ് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഒരു പ്രവണത ഉണ്ടാക്കുകയും അങ്ങനെ വരുന്ന ഒരു തകരാറ് മൂലമാണ് സോറിയാസിസ് ഡെവലപ്പ് ചെയ്യുന്നത്. അതുപോലെ സോറിയാസിസ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് സാമൂഹിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു രോഗമാണ്. ഇതിൽ പലപ്പോഴും സോറിയാസിസ് ഉള്ള ഒരു രോഗിയെ സമൂഹം അംഗീകരിക്കാൻ മടി കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അവരുടെ ശരീരത്തിൽ വളരെ വികൃതമായിട്ടുള്ള രീതിയിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സോറിയാറ്റിക് ലീഷൻസ് ഉള്ള രോഗികളെ പലരും കൂടെ കൊണ്ടു നടക്കാനോ അതല്ലെങ്കിൽ ഒരു വീട്ടിലാണെങ്കിൽ പോലും മറ്റുള്ളവർ അകറ്റി നിർത്തുക. അത് തന്നെയല്ല, ഒരു മാരേജ് പ്രപ്പോസൽ വരുമ്പോൾ സോറിയാസിസ് ഉള്ള രോഗികളെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്ന പ്രവണത. അപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും ഈ സോറിയാസിസ് ഉള്ള രോഗിക്ക് മാനസികമായി ഒരു ഡിപ്രഷൻ ലെവലിലേക്ക് പോകുന്ന സാധ്യത വളരെയധികം കണ്ടുവരുന്നുണ്ട്. അതുപോലെ ആ ഡിപ്രഷൻ മൂർച്ഛിച്ച് സൂയിസൈഡൽ അറ്റംപ്റ്റ് ആ ഒരു രീതിയിലേക്കൊക്കെ വരെ രോഗികൾ പോവാറുണ്ട്. പക്ഷേ ഒരു കാരണവശാലും ആ ഒരു രീതിയിലുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ സോറിയാസിസ് ഉള്ള രോഗികൾക്ക് കൊടുക്കേണ്ട ഒരു ആവശ്യം ഇല്ല. ഈവൻ ഒരു സെക്ഷൽ കോണ്ടാക്റ്റ് വഴി പോലും സോറിയാസിസ് പകരുന്നില്ല. യാതൊരു വിധത്തിലും ഒരാളുടെ ഒരു സ്രവം കൊണ്ടോ അല്ലെങ്കിൽ കഫം ത്തിൽ നിന്നോ ഒന്നും സോറിയാസിസ് പകരുന്ന രോഗമല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഇങ്ങനെയുള്ള രോഗികളെ നമ്മൾ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ അവരുമായിട്ടൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഈ രോഗചികിത്സയിൽ ഈ മെഡിസിൻ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ രോഗിക്കും അതേപോലെ രോഗിയുടെ കുടുംബത്തിനും വളരെ നല്ല രീതിയിലുള്ള ഒരു കൗൺസിലിംഗ് വളരെ അത്യന്താപേക്ഷിതമായിട്ട് നൽകി വരാറുണ്ട്. ആ രീതിയിലുള്ള ഒരു ചികിത്സ കൂടി ചെയ്താൽ മാത്രമേ ഈ രോഗം നമുക്ക് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് മാറ്റാൻ സാധിക്കുകയുള്ളൂ.